അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ് വല്ലാത്തി തഖാഫൂന നുഷൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ് വദ്രിബൂഹുന്ന ഫഇൻ അതഅനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളും പൗരോഹിത്യ മതം ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളും തമ്മിലുള്ള അന്തരം തുറന്നു കാണിക്കുന്ന ഒരു പരമ്പരയാണ് നാം ഈ അടുത്ത കാലത്തായി ഖുത്ബയിലൂടെ നിർവഹിച്ചു വരുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു തമാശയെന്ന് പറയുന്നത് വാദപ്രതിവാദവും ഖണ്ഡനമണ്ഡനവുമൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ സംഘടനാ പണ്ഡിതന്മാരാരും നമ്മൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾക്ക് പ്രാമാണികമായി മറുപടി പറയാൻ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ്. അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന മലയാള പഴമൊഴിയെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള വളരെ പരിഹാസ്യമായ മറുപടി കസർത്തുകളാണ് പലപ്പോഴും യൂട്യൂബ് മൗലവിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് പ്രാമാണികമായി മറുപടി ഉണ്ടെങ്കിൽ അവർ പറയാൻ തയ്യാറാകണം എന്നുള്ളത് കൊണ്ടാണ്. അനാഥരായ പൗത്രൻ്റെ സ്വത്തവകാശത്തിൻ്റെ വിഷയത്തിൽ, അക്കീക്കയുടെ വിഷയത്തിൽ, ബലിയുടെ വിഷയത്തിൽ, പെൺമക്കൾ മാത്രമുള്ള രക്ഷിതാക്കളുടെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്ന വിഷയത്തിൽ തുടങ്ങി പലതും നാം പ്രശ്നവൽക്കരിച്ച് മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും മറുപടി പറയാതെ എൻ്റെ വിത്തും പേരും അന്വേഷിക്കുകയും ഞാൻ ബീഫ് കഴിക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം അതിന് മറുപടിയാകുന്നില്ല എന്ന് മാത്രമല്ല, മറുപടിയൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്നുണ്ട് എന്നുകൂടി അവരോർക്കണം. ഒരു ഖുത്ബ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ അതിലുള്ള ആശയങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പ്രാമാണികമായി പറയാൻ പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് മറുപടിയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഖുത്ബയിൽ ഇതുപോലുള്ള മറ്റൊരു വിഷയമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് പെൺകുട്ടികളുടെ സ്വത്തവകാശത്തെക്കുറിച്ചാണ്.
കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിലെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച്, അത് എളാപ്പാർക്കും മൂത്താപ്പാർക്കും പോകുന്നതിനെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ പറയുന്നത് പെൺകുട്ടികൾക്ക് ഉള്ള സ്വത്തവകാശം. ആൺകുട്ടികൾക്ക് ഇരട്ടിയും പെൺകുട്ടികൾക്ക് പകുതിയും. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. ആൺകുട്ടികൾക്ക് പുരുഷന് 2 പെൺകുട്ടികളുടെ അഥവാ 2 സ്ത്രീകളുടെ ഓഹരിയാണുള്ളത്. ആൺകുട്ടികൾക്ക് നിശ്ചിത ഓഹരി ഖുർആൻ നിശ്ചയിച്ചിട്ടില്ല. പെൺകുട്ടി 1 മാത്രമാണെങ്കിൽ പകുതിയെന്നും 1-ൽ കൂടുതലാണെങ്കിൽ 3-2 എന്നുമുള്ള നിശ്ചിത ഓഹരിയുണ്ട്. പിതാവിന് മക്കളുണ്ടെങ്കിൽ 6-1, മാതാവിന് 6-1 എന്ന് നിശ്ചിത ഓഹരിയുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും നിശ്ചിത ഓഹരിയുണ്ട്. എന്നാൽ ആൺകുട്ടികൾക്ക് നിശ്ചിത ഓഹരിയില്ല. അവർ അവശേഷിക്കുന്നതിൻ്റെ ഉടമകളാണ്, അവകാശികളാണ് എന്നാണ് ഖുർആനികമായ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സ്വത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പെൺകുട്ടികൾക്കുള്ളതിൻ്റെ ഇരട്ടി അഥവാ ആൺകുട്ടികൾക്കുള്ളതിൻ്റെ പകുതി പെൺകുട്ടിക്ക് എന്ന നില ഖുർആൻ സ്വീകരിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്ന കാര്യത്തിൽ നസ്സായി ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഖുർആനിക വിശാരദർ, ഖുർആൻ വ്യാഖ്യാതാക്കളും ഖുർആനിക നിയമജ്ഞരുമൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ്, അത് ശരിയാണ് താനും. എന്നാൽ ഖുർആനിക നിയമങ്ങളെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത്? ഖുർആനിൽ നിയമങ്ങൾ പലതരമുണ്ട്. ഒന്ന് ശറഅ എന്ന് പറഞ്ഞ് നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിയമങ്ങൾ കൈകാര്യം ചെയ്ത ആയത്തുകളുണ്ട്. ഖളാ വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതുണ്ട്. ഫറള എന്ന് പറയുന്നതുണ്ട്. വസിയ്യത്ത് എന്ന് പറയുന്നതുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളിലാണ് അള്ളാഹു നിയമങ്ങൾ തന്നിട്ടുള്ളത്. കുത്തിബ എന്ന് പറഞ്ഞു തന്ന നിയമങ്ങളുണ്ട്. ഇതെല്ലാം നിയമങ്ങളാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇവിടെ കുത്തിബ എന്ന പദമാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഖളാ റബ്ബുക, അള്ളാഹു വിധിച്ചിരിക്കുന്നു, അത് മറ്റൊരു നിയമമാണ്. ഇങ്ങനെ അള്ളാഹു ഒരു നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നിയമം പറയുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാണ് എന്നത് പ്രസക്തമാണ്. എല്ലാറ്റിനെയും ഒറ്റ വണ്ടിയിൽ കെട്ടാൻ പറ്റില്ല. എല്ലാം ഒരുപോലെയല്ല. നോമ്പിനെക്കുറിച്ച് പറയുന്ന അതേ ആയത്ത് വസിയത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നിയമം സമൂഹത്തിന് നൽകുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുള്ള വാക്ക് ഏതാണ്? അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്നത് അള്ളാഹു വസിയത്ത് എന്നുള്ള നിലക്കാണ്. യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും, അള്ളാഹു നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നൽകുന്ന വസിയത്ത് എന്തെന്നാൽ അതിങ്ങനെയാണ് എന്നാണ്. അതുപോലെ നിയമങ്ങളെ 2 ഭാഗങ്ങളായിട്ട് 2 തലങ്ങളിലായിട്ട് തിരിക്കേണ്ടതുണ്ട്. ഒന്ന് അൺകണ്ടീഷണൽ ലോ, നിരുപാധികമായ നിയമം. മറ്റൊന്ന് കണ്ടീഷണൽ, സ്വാഭാവികമായ നിയമം. അപ്പോൾ നിരുപാധികമായ നിയമവും സ്വാഭാവികമായ നിയമവും 2ആണ്. നിരുപാധിക നിയമം ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഏത് കാലത്തും ഏത് ദേശത്തിലും ഒരുപോലെ ബാധകമാണ്. അത് അൺകണ്ടീഷണലാണ്. ഉദാഹരണത്തിന് ഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ഇത് അൺകണ്ടീഷണലാണ്. അതിനുശേഷം പറയുന്നു ഇല്ലാ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇതും അൺകണ്ടീഷണലാണ്. മാതാപിതാക്കൾ നല്ലവരായിരിക്കണം, മാതാപിതാക്കൾ അവൻ്റെ മതത്തിലുള്ളവരായിരിക്കണം, ഇങ്ങനെയുള്ള കണ്ടീഷനൊന്നുമില്ല. മാതാപിതാവ് എന്ന ആ പദവി അലങ്കരിക്കുന്നവരാണോ മാതാവും പിതാവുമാണോ എങ്കിൽ അവരോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ളത് അൺകണ്ടീഷണലായിട്ടുള്ള നിയമമാണ്. ഇതാണ് അൺകണ്ടീഷണൽ നിയമത്തിൻ്റെ ഉദാഹരണം. എന്നാൽ കണ്ടീഷണലായിട്ടുള്ള നിയമമുണ്ട്, സ്വാഭാവികമായിട്ടുള്ള നിയമം. ആ ഉപാധി ഉണ്ടാകുമ്പോൾ നിയമം ബാധകമാണ്, ഉപാധി ഇല്ലെങ്കിൽ നിയമം അപ്രസക്തമാണ്.
അത്തരത്തിലുള്ള ഒരു സ്വാഭാവിക നിയമമാണ് പെൺകുട്ടിക്ക് പകുതിയും ആൺകുട്ടിക്ക് ഇരട്ടിയും എന്നുള്ള നിയമം. അത് അൺകണ്ടീഷനല്ല, അത് സ്വാഭാവികമാണ്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് മുല്ലമാർ പെൺകുട്ടികൾക്ക് ഇക്കാലത്തും പകുതിയെ കൊടുക്കാവൂ എന്ന് പറയുന്നത്. എന്താണ് കണ്ടീഷൻ? ഖുർആൻ പറയുന്നു, ലിർരിജാലി അലൈഹിന്ന ദർജ. സൂറത്തുൽ ബഖറയിൽ പറയുന്നു, പുരുഷന് സ്ത്രീയേക്കാൾ ഒരു പ്രിവിലേജ് ഉണ്ട്. സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷനൊരു പ്രിവിലേജ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് ആ പ്രിവിലേജ്? പുരുഷനായതുകൊണ്ടാണോ? ആങ്ങളയും ഉപ്പയുമായതുകൊണ്ടാണോ? അല്ല. പിന്നെന്താണ്? സൂറത്തുൻ നിസായിൽ പറയുന്നു, അതിൻ്റെ കാരണം അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. എന്താണ് ആ പ്രിവിലേജിൻ്റെ കാരണം? ജന്മനാ ലഭിക്കുന്ന പ്രിവിലേജാണോ? ബ്രാഹ്മണന്മാർ പറയുന്നത് പോലെ ഞങ്ങൾ ജന്മനാ ബ്രാഹ്മണരാണ്, ജന്മനാ മഹാന്മാരാണ്. ഇങ്ങനെ ഒരു ബ്രാഹ്മണിക്കൽ സ്റ്റൈൽ പുരുഷന്മാർക്കുണ്ടോ? പുരുഷനായി ജനിച്ചത് കൊണ്ട് സ്ത്രീയേക്കാൾ ഒരു പ്രിവിലേജ് ഉണ്ടോ? പുരുഷനാണ് എന്ന കാരണത്താൽ അവൻ എന്തെങ്കിലും മഹത്വമുണ്ടോ? ഇല്ല. പിന്നെന്താണ്? അവനാണ് സ്വത്ത് ചെലവഴിക്കാനുള്ള അധികാരവും ബാധ്യതയുമുള്ളത് എന്നുള്ളതുകൊണ്ട്. എന്ന് വെച്ചാൽ ഈ അടുത്ത കാലം വരെ, 1.5 നൂറ്റാണ്ട് മുമ്പ് വരെ സ്ത്രീക്ക് സ്വന്തമായി സ്വത്തവകാശം ഇല്ലായിരുന്നു. സ്ത്രീക്ക് ഏൺ ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. സ്ത്രീ പൊതുസമൂഹത്തിൽ പുരുഷന്മാരെ പോലെ ക്രയവിക്രയത്തിന് അർഹയല്ലായിരുന്നു. വോട്ടവകാശം പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലും യൂറോപ്പിലുമൊക്കെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത് ഈ അടുത്ത കാലത്താണ്. ക്രൈസ്തവ സഭ 2 നൂറ്റാണ്ട് മുമ്പ് വരെ ചർച്ച ചെയ്തിരുന്ന ഏറ്റവും പ്രസക്തമായൊരു വിഷയം സ്ത്രീക്ക് ആത്മാവുണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു. സ്ത്രീ ഒരിക്കലും മനുഷ്യനല്ലെന്നും പുരുഷനായ മനുഷ്യൻ്റെ ആനന്ദത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളാണെന്നും വിശ്വസിച്ച മതവിഭാഗങ്ങളുണ്ടായിരുന്നു ലോകത്ത്. ഭർത്താവ് മരണപ്പെട്ടാൽ പിന്നീട് ആ സ്ത്രീ ജീവിക്കരുതെന്നും ആ സ്ത്രീ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കേണ്ടവളാണെന്നും വിശ്വസിച്ചവരുണ്ടായിരുന്നു. ഇങ്ങനെ സ്ത്രീ ഒരു മനുഷ്യ ജന്മം പോലുമല്ല എന്ന് കരുതിയിടത്ത് നിന്നാണ് സ്ത്രീ പുരുഷനെപ്പോലെ തുല്യാധികാരമുള്ളവളാണ് എന്ന വിപ്ലവകരമായ ആശയം പ്രവാചകന്മാർ മുന്നോട്ട് വച്ചത്, മുഹമ്മദ് നബി വിശേഷിച്ചും. അപ്പോൾ പക്ഷേ അന്നത്തെ സാമൂഹിക സാഹചര്യം പുരുഷാധിപത്യ സ്വഭാവത്തിലുള്ളതായിരുന്നു ഇന്നുള്ളതുപോലെ. അന്ന് സ്ത്രീകൾക്ക് സ്വന്തമായി സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല, സ്വത്ത് ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇത് പറയുമ്പോൾ വിമർശകരായിട്ടുള്ള ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ ഖദീജ ബീവിയോ? ഖദീജ ബീവി ഒറ്റപ്പെട്ട ഉദാഹരണമാണ്. എന്ന് മാത്രമല്ല, ഹുവൈലിദ് എന്ന വർത്തക പ്രമാണിയുടെ അന്നാട്ടിലെ അംബാനി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അദാനി എന്ന് പറയാവുന്ന അന്നാട്ടിലെ ഏറ്റവും വലിയ കച്ചവട നേതാവിൻ്റെ മകളാണ് ഖദീജ. പിതാവ് അന്ന് അത്രമാത്രം പ്രസക്തനാവുകയും ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത നാട്ടുപ്രമാണിയാവുകയും ചെയ്തതിൻ്റെ കാരണത്താൽ പിതാവിൻ്റെ നിഴൽ പറ്റി രംഗത്ത് വന്നവരായിരുന്നു ഖദീജ. അതുകൊണ്ട് ഖദീജയെ ആരും ചോദ്യം ചെയ്തില്ല. ഖദീജ മാത്രമാണ് ഉദാഹരണം. നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാൻ ഒക്കുമോ? അറേബ്യൻ ചരിത്രത്തിൽ, യൂറോപ്യൻ ചരിത്രത്തിൽ ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ത്രീകൾക്ക് സ്വത്തവകാശവും വോട്ടവകാശവും ഇല്ലാതിരുന്ന ഒരു കാലത്ത് പുരുഷനാണ് ഉണ്ടാക്കുന്നത്, പുരുഷനാണ് ചെലവ് ചെയ്യുന്നത്, പുരുഷനാണ് സമ്പത്തിൻ്റെ മൊത്തം കൈകാര്യകർത്താവ് എന്നുള്ളതിനാൽ സ്വത്ത് അവന് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുടെ കയ്യിൽ സ്വത്ത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സ്ത്രീക്ക് പകുതിയും പുരുഷന് ഇരട്ടിയും നിശ്ചയിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? അഥവാ സ്വത്ത് കൈകാര്യം ചെയ്യാൻ യാതൊരു അധികാരവുമില്ലാത്ത സ്ത്രീക്ക് സ്വത്ത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ സ്വത്ത് ആർക്ക് കിട്ടണം? കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർക്ക് കിട്ടണം. കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാരാണ്? പുരുഷനാണ്. അതുകൊണ്ട് സ്ത്രീക്ക് പകുതിയും പുരുഷൻ ഇരട്ടിയും. അതാണ് ബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. കാലം മാറി, കഥ മാറി. പുരുഷനെ പോലെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ, പുരുഷനെപ്പോലെ ഏൺ ചെയ്യാൻ,
പുരുഷനെ പോലെ സമ്പത്ത് ക്രയവിക്രയം ചെയ്യാൻ, സ്വന്തം പേരിൽ സ്വത്ത് സൂക്ഷിക്കാൻ സ്ത്രീക്ക് സാധിക്കുന്ന സാമൂഹ്യ സാഹചര്യമുണ്ടായി. അങ്ങനെ സാഹചര്യമുണ്ടാകുമ്പോൾ സ്വാഭാവികമായ നിയമം ദുർബലപ്പെടും, അല്ലെങ്കിൽ സ്വാഭാവികമായ നിയമം അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ ജോലിക്ക് പോകുന്നു, ഒരുപോലെ ഏൺ ചെയ്യുന്നു, രണ്ടുപേരും സമ്പാദിക്കുന്നു, രണ്ടുപേരും ചെലവഴിക്കുന്നു. അപ്പോൾ ബിമാ അംഫഖൂ മിൻ അംവാലിഹിം എന്ന് പറഞ്ഞ ഖുർആനിക കണ്ടീഷൻ തെറ്റിയില്ലേ? തെറ്റി. പുരുഷൻ മാത്രമാണ് സമ്പത്ത് ചെലവഴിക്കുന്നത് എന്ന കാരണത്താലാണ് ഈ പ്രിവിലേജ്, അതുകൊണ്ടാണ് ഇരട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ആ ക്രമം തെറ്റിയാൽ ഉപാധി ഇല്ലാതാകുമ്പോൾ നിയമവും ഇല്ലാതാകും. അപ്പോൾ സ്ത്രീക്ക് പകുതി എന്നത് തുല്യം എന്നായിത്തീരും. അപ്പോൾ പറയും, സ്ത്രീ സ്വത്ത് കൊണ്ടുവന്നിട്ട് ശമ്പളം ഉണ്ടായിട്ട് അത് ചെലവഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, ചെലവഴിച്ചില്ലെങ്കിൽ പുരുഷനാണ് പ്രശ്നം. ഈ സ്ത്രീകളുണ്ടാക്കുന്ന സ്വത്തൊക്കെ ശമ്പളമൊക്കെ എന്ത് ചെയ്യുന്നു? സ്ത്രീകൾ ജോലി ചെയ്തിട്ടുണ്ടാക്കുന്ന സ്വത്തൊക്കെ എന്താ ചെയ്യുന്നത്? അപ്പോൾ പറയും അവർ സ്വർണം വാങ്ങുന്നു. ആയിക്കോട്ടെ, സ്വർണം വാങ്ങിയാൽ ഈ സ്വർണം എന്ത് ചെയ്യും? അവർ കാതിലോ കഴുത്തിലോ അണിയും, അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിക്കും, അല്ലെങ്കിൽ അലമാരയിൽ വെക്കും. എന്നിട്ട് അവരങ്ങ് മരിച്ചു പോയാൽ ഈ സ്വത്ത് നാട്ടുകാരെടുത്തുകൊണ്ട് പോകും. സ്വർണം അതാർക്ക് കിട്ടും? മക്കൾക്ക് കിട്ടും, ഈ ഭർത്താവിനും കിട്ടും. അപ്പോൾ അവരുടെ ആ സ്വത്ത്, അവർ വാങ്ങുന്ന സ്വർണം ആർക്കുള്ളതാണ്? കുടുംബത്തിനുള്ളതാണ്. അവർ വീട്ടിലേക്ക് സാധനം വാങ്ങിയാൽ അത് വീട്ടിലേക്കുള്ളതാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഉണ്ടാക്കുന്ന സ്വത്ത് കുടുംബത്തിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് പുരുഷന് അക്കാലത്തുണ്ടായിരുന്ന പ്രിവിലേജ്, പുരുഷന് മാത്രമേ സ്വത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കൂ എന്ന ഒരു കാലത്തായിരുന്നു അത്. ഇന്ന് പുരുഷനെ പോലെ സ്ത്രീക്കും സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്നുള്ളതിനാൽ ആ നിയമം മാറ്റപ്പെടണം. സ്ത്രീക്കും പുരുഷനും തുല്യമാണ് എന്ന് വരണം. അതാണ് ഖുർആൻ്റെ താല്പര്യം. അത് കണ്ടീഷണലാണ്. ഇനി ഇതിന് പറയുന്ന മറ്റൊരു ന്യായമുണ്ട്. അതെന്താണ്? ഞങ്ങളുടെ വീട്ടിൽ നിന്നാരും ജോലിക്ക് പോകുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്നുള്ളതല്ല വിഷയം. നിയമം പൊതുവാണ്, നിങ്ങളുടെ അനുഭവം അത് മറ്റൊന്നാണ്. ഇന്ന് സ്ത്രീകൾക്ക് ജോലിക്ക് പോകണം എന്ന് കരുതിയാൽ പോകാൻ കഴിയുമോ? കഴിയും. അന്ന് കഴിയുമായിരുന്നോ? കഴിയില്ല. അന്ന് കഴിയില്ലായിരുന്നു. അന്ന് ഖദീജ ബീവി കച്ചവടം ചെയ്യുന്ന കാലത്താണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഖദീജ ബീവിക്ക് പറയാലോ, ഞാനുണ്ടല്ലോ ഉണ്ടാക്കുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു സാമൂഹ്യ സാഹചര്യമാണ് നിയമത്തിൻ്റെ ആധാരം. സാമൂഹ്യ സാഹചര്യം എന്താണ്? അന്ന് സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു, സ്ത്രീകൾക്ക് ഏൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു, സ്ത്രീകളുടെ മേൽ സ്വത്ത് സ്വന്തമായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് നിങ്ങളുടെ ഭാര്യയെ അയക്കുന്നുണ്ടോ, നിങ്ങളുടെ പെങ്ങളെ ജോലിക്ക് അയക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നുണ്ടോ എന്നുള്ളതല്ല. ഇന്ന് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ജോലിക്ക് പോകാനുള്ള സാമൂഹ്യ സാഹചര്യമുണ്ടോ? ഉണ്ട്. അവൾക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഈ സാമൂഹ്യ സാഹചര്യമാണ് പരിഗണിക്കേണ്ടത്. എൻ്റെ വീട്ടിൽ നിന്ന് ആരും പോകുന്നില്ല എന്നുള്ളത് നിയമത്തിന് ബാധകമല്ല. ഞാൻ മോഷ്ടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എന്തിനാ മോഷണ നിയമം ഖുർആനിൽ എന്ന് പറയാൻ പറ്റുമോ? ഒരു നിയമം സാമൂഹ്യ സാഹചര്യത്തെ മൊത്തം പരിഗണിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യമായി നൽകണം എന്നുള്ളതാണ് ഖുർആനികമായ താല്പര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഖുത്ബയിൽ ഞാനൊരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യധാര എന്ന് പറയുന്ന ഒരു മാസികയുണ്ടായിരുന്നു, ഇടതുപക്ഷം നടത്തിയ ഒരു മാസിക. ആ മാസികയിൽ അതിൻ്റെ ഒരു ലക്കത്തിൽ, ആ കുറഞ്ഞ ലക്കങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ, അതിൻ്റെ ഒരു ലക്കത്തിൽ മാധ്യമത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ഒ അബ്ദുറഹ്മാനുമായി ഒരു അഭിമുഖം. ആ അഭിമുഖത്തിൽ ഒ അബ്ദുറഹ്മാൻ പറഞ്ഞു, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായി സ്വത്ത് നൽകുന്നതിനെക്കുറിച്ച് ഉള്ള ചർച്ചകൾ ഉണ്ടാകണം, അതേക്കുറിച്ച് പണ്ഡിതന്മാർ ആലോചിക്കണം, സാമൂഹ്യ സാഹചര്യം മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അഭിപ്രായം സുബദ്ധമായി പറയുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളയാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വലിയ പൊങ്കാലയുണ്ടായി, എല്ലാവരും രംഗത്ത് വന്നു. അങ്ങനെയൊക്കെ പറയാമോ, ആകപ്പാടെ പൊളിയൂലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അദ്ദേഹം എന്തോ അബദ്ധം സംഭവിച്ചതാണെന്നോ മറ്റോ പറഞ്ഞ് തടി ഊരുകയാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു വരുന്നത്, സാമൂഹ്യ നീതിയെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ ഇത് ആലോചിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് പണ്ടേ. പക്ഷേ
വിശുദ്ധ ശരീഅത്ത് എന്ന പദപ്രയോഗത്തിൽ എന്തോ ഒരു വിശുദ്ധ പശുവിനെ പോലെ ഈ മുല്ലമാർ എഴുതിയുണ്ടാക്കിയ ശരീഅത്ത് തൊടാൻ പറ്റാത്തതാണ് എന്ന് വിചാരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇക്കാര്യം ബോധ്യപ്പെടാതിരിക്കുകയുള്ളൂ. സ്ത്രീക്ക് പകുതി പുരുഷനിരട്ടി എന്നുള്ളത് ഖുർആൻ പറഞ്ഞ കാര്യം തന്നെ. പക്ഷേ ഖുർആൻ അത് അൺകണ്ടീഷണലായിട്ടല്ല പറഞ്ഞത്, കണ്ടീഷണലാണ്. ആ കണ്ടീഷൻ ഇങ്ങനെയാണ്: പുരുഷന് മാത്രം സ്വത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ പുരുഷനിരട്ടി വേണം. അത് സത്യമാണ്, അത് നീതിയാണ്. സ്ത്രീക്ക് സ്വത്ത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല, അത് കൈകാര്യം ചെയ്യാൻ ഒരു വഴിയുമില്ല എങ്കിൽ സ്ത്രീക്ക് പകുതി മതി. അത് നീതിയാണ്, അങ്ങനെയാണ് വേണ്ടത്. സാമൂഹ്യ സാഹചര്യം മാറി സ്ത്രീയും പുരുഷനും തുല്യരായി സ്വത്തവകാശമുണ്ട് എങ്കിൽ ആ സാമൂഹ്യ സാഹചര്യം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായി സ്വത്ത് കിട്ടണം എന്നുള്ളത് ഖുർആനിൻ്റെ താല്പര്യമാണ്. ഇത് ആലോചിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു പ്രാഥമികമായ സത്യം മാത്രമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുസ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനിൽ ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഞാൻ ഖുത്ബയുടെ തുടക്കത്തിലൂടെ ഓതിയ ആയത്ത്, ആ ആയത്ത് വെച്ചുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ, സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ അധികാരികളാണ് പുരുഷന്മാർ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ അകമ്പൊരുളിൽ എഴുതിയതാണ്. എങ്കിൽ പോലും വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഖവ്വാം എന്ന വാക്ക് ഖയ്യിം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ ബഹുവചനമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചു നോക്കണം, ഖയ്യിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. അമീറെ ജമാഅത്ത് എന്ന് പറയുന്നത് പോലെ ഖയ്യിമെ ജമാഅത്ത് എന്ന് പറയുമായിരുന്നു. ഖയ്യിം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് ഖവ്വാമൂൻ. എങ്കിലൊന്ന് അർത്ഥം പറഞ്ഞു നോക്കിയ, അർരിജാലു പുരുഷന്മാർ, ഖവ്വാമൂന സെക്രട്ടറിമാരാകുന്നു, ലിന്നിസായി സ്ത്രീകൾ, അലന്നിസായി സ്ത്രീകളുടെ. ഖവ്വാം എന്ന വാക്കിന് കൈകാര്യകർത്താവ് എന്നൊരർത്ഥം അറബി ഭാഷക്കുണ്ടെന്ന് ഏതെങ്കിലും ഒരു ഡിക്ഷണറിയിൽ കാണിച്ചു തരാമോ? ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഖവ്വാമൂന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അധികാരികളാണ്, കൈകാര്യകർത്താക്കളാണെന്ന് അതിനർത്ഥം അറിയുമോ? ഖവ്വാമൂൻ എന്ന വാക്കിന് അവിടെ എന്താണ് അർത്ഥം? അതേ ഖുർആനിൽ തന്നെയല്ലേ ഈ ഖവ്വാമൂൻ? പരിചാരകർ, സഹായികൾ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ സെക്രട്ടറി എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ സ്ത്രീയാണ് കുടുംബത്തിൻ്റെ നാഥ, അവളാണ് കുടുംബം ഭരിക്കുന്നത്, അതിന് സഹായിക്കേണ്ടവനാണ് പുരുഷൻ. ഇങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖവ്വാം എന്ന വാക്കിന് അധികാരത്തിൻ്റെ ഒരു ശബ്ദവുമില്ല. പുരുഷ മേധാവിത്വം തലക്ക് പിടിച്ച പുരോഹിതന്മാരെഴുതി വെച്ച ആഭാസകരമായ പരിഭാഷ മാത്രമാണ് കൈകാര്യകർത്താക്കൾ എന്ന പരിഭാഷ. ഞാനിത് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഖയ്യിം പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരു സംഘടനയെ പരാമർശിക്കാൻ വേണ്ടിയല്ല. സെക്രട്ടറി എന്ന പദത്തിന് ഖയ്യിം എന്നാണ് ഉപയോഗിക്കുക. അതിൻ്റെ ബഹുവചനമാണ് ഖവ്വാമൂൻ. ഇങ്ങനെ ഇല്ലാത്ത അർത്ഥം കൊടുത്ത് സ്ത്രീകളെ
തങ്ങളെക്കാൾ താഴെയുള്ള സൃഷ്ടികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വാരിയല്ലിൻ്റെ കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കി ഹദീസുകൾ പടച്ച് 2 തട്ടുകളിലാക്കി തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇക്കാലമത്രയും പുരോഹിതവർഗം. അതിൽപ്പെട്ടതാണ് മറിയം ബീവി. മറിയം ബീവി അള്ളാഹുവിൻ്റെ ദൂതയാണ്, പ്രവാചകയാണ്, വഹീ കിട്ടിയ സ്ത്രീയാണ്. പ്രവാചകന്മാർക്ക് മാതൃകയായി അള്ളാഹു അർശോളം ഉയർത്തിവച്ചിട്ടുള്ള മഹദിയാണ്. ആ മഹദിയെ പ്രവാചകയായിട്ട് അംഗീകരിക്കൂല. കാരണം സ്ത്രീയാണ്. മറ്റൊരു സ്ത്രീയുണ്ട്, പ്രവാചകന്മാർക്ക് മാതൃകയായിട്ട് അള്ളാഹു കാണിച്ചു തന്ന ഒരു സ്ത്രീ, ആസിയ ബീവി, ഫറോവയുടെ ഭാര്യ, ഇമ്രാത്ത് ഫിർഔൻ. മുഹമ്മദ് നബിക്ക് മാതൃക. മറ്റുള്ളതൊക്കെ പോട്ടെ, ഇബ്രാഹിം നബിക്ക് മാതൃക. ഇബ്രാഹിം നബിക്കും മുഹമ്മദ് നബിയും ഉൾപ്പെടെയുള്ള സമൂഹത്തിന് മാതൃകയാകണമെങ്കിൽ അവരെക്കാളും മേലെ ആയിരിക്കണ്ടേ? അംഗീകരിച്ചോ? മൂസാ നബിയുടെ ഉമ്മക്ക് വഹി നൽകിയെന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ അത് വഹിയല്ല, തോന്നിപ്പിക്കലാണ് എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു. കാരണം എന്താ? അവർ സ്ത്രീയാണ്. അപ്പോൾ ചോദിക്കും, തേനീച്ചയ്ക്ക് വഴിയില്ലേ? മനുഷ്യന്മാരുടെ കാര്യം പറയുമ്പോൾ മനുഷ്യന്മാരെ കുറിച്ച് ചർച്ച ചെയ്യും. തേനീച്ചയെക്കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. നമ്മൾ മനുഷ്യന്മാരെ കുറിച്ചല്ലേ പറയുന്നത്. തേനീച്ചയെ പോലെയാണോ സ്ത്രീ? നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ. മൂസാ നബിക്ക് വഹി നൽകിയെന്നുള്ള അതേ പദമാണ് മൂസാ നബിയുടെ ഉമ്മയ്ക്ക് വഹി നൽകിയെന്ന് ഖുർആൻ പറഞ്ഞത്. പക്ഷേ അത് തോന്നലും മൂസാ നബിക്ക് ബോധനവും. കാരണം എന്താ? അത് സ്ത്രീയായിരുന്നു. ഇങ്ങനെയാണ്. ഇങ്ങനെ തുടങ്ങി പ്രവാചകന്മാർ സ്ത്രീകളിലുണ്ട്, പ്രവാചകകളുണ്ട്. പുരുഷന്മാരായ പ്രവാചകന്മാർക്ക് മാതൃകയായിട്ടുള്ള പ്രവാചകകൾ ഖുർആനിൽ 2 സ്ത്രീകളാണ്. ഹവ്വാ ബീവി പ്രവാചകയല്ലേ? പക്ഷേ നമ്മൾ അംഗീകരിക്കൂല, നമ്മൾ സമ്മതിക്കൂല. സമ്മതിച്ചാൽ നമ്മൾ ഇതുവരെ കെട്ടിപ്പൊക്കിയ പുരുഷ സമൂഹം മുഴുവനും തകർന്നു തരിപ്പണമായില്ലേ? ഖുർആൻ പഠിക്കണം. എങ്ങനെ പഠിക്കണം? സത്യസന്ധമായി പഠിക്കണം. പുരോഹിതന്മാർ വരച്ച് വച്ച വരിയിലൂടെയല്ല, അള്ളാഹു കാണിച്ചു തന്ന നീതിബോധത്തിലൂടെ ഖുർആൻ പഠിക്കണം. അപ്പോൾ മനസ്സിലാക്കാം ഖുർആനിൽ ഈ വിവേചനങ്ങളൊന്നുമില്ലെന്ന്. എല്ലാവരും അള്ളാഹുവിൻ്റെ ഒരുപോലെ മഹത്വമാർന്ന സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا قضيتها ويسرتها يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.